ഹായ്, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ആശയായിരുന്ന സമയത്ത് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് തന്നെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ അതിനെ പറ്റാറേ ഇല്ല. എൻ്റെ ചെറിയ മോന് എൻ്റെ അടുത്ത് തന്നെ ഒട്ടിയിരിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ കഴിയുന്നതൊക്കെ വീഡിയോ അങ്ങനെ എടുക്കാൻ കഴിയില്ല. അപ്പോൾ ഉള്ള സമയം വെച്ച് അത് വീഡിയോ എടുക്കണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ഉറപ്പിച്ച് എടുക്കുന്ന കേട്ടോ. അന്നേരമൊക്കെ ചിലപ്പോൾ ചെറുതിന് അമ്മേൻ്റെ കയ്യിൽ കൊടുത്തിട്ടൊക്കെയാണ് ഞാനിങ്ങനെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഷൈജേട്ടന് പണി ഉണ്ടെന്ന് കരുതിയിട്ട് കുറച്ച് നേരത്തെ എണീറ്റതാണ് കേട്ടോ. 6:15 6:30 ആയപ്പോൾ അല്ല വെച്ചാൽ ഞാൻ 7 മണി 7:30 ആകുമ്പോഴേ എണീക്കത്തുള്ളൂ കേട്ടോ. ഗ്യാസ് ഇതുവരെയായിട്ടും വന്നിട്ടില്ല കേട്ടോ. ബുക്ക് ചെയ്തിട്ട് ഒരു മാസത്തിന് മേലെ കഴിഞ്ഞ് എന്നാൽ കിട്ടാമെന്നൊന്നും അറിയില്ല. പക്ഷേ ഈസി ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു ഉപകാരമാണ്. കണ്ടില്ലേ, പെട്ടെന്ന് ഇതുപോലെയുള്ളൊക്കെ ചായക്ക് കടിയൊക്കെ എളുപ്പത്തിലുണ്ടാകും. സ്റ്റീലിൻ്റെ പുട്ടും കുറ്റിയൊക്കെ ഉള്ളതുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഇടുമ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഈസി കുക്കിനായിട്ട് ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ എനിക്ക് കുറച്ച് കുറവാണ് കേട്ടോ. ഇപ്പോൾ രാവിലെ ചായക്ക് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നൂൽപുട്ടാണ്. നൂൽപുട്ടും ചിക്കൻ കറി, പെപ്പർ ചിക്കൻ ഉണ്ടാക്കാനാണ് വിചാരിച്ചത് കേട്ടോ. പക്ഷെ ഉണ്ടാക്കി വരുമ്പോൾ ഇനി ഏത് തരം ചിക്കനാവും, പുതിയ മോഡൽ ചിക്കനാവും ഇല്ലെന്നൊന്നും അറിയില്ല. എന്നാലും വേണ്ടിയില്ല, ഉണ്ടാക്കുകയാണ്. എനിക്ക് നൂൽപുട്ടിലേക്ക് ചിക്കൻ കറി അല്ലെങ്കിൽ ചെറുപയർ, അത് കഴിഞ്ഞ് വരുന്ന ഓപ്ഷന് നമ്മുടെ തേങ്ങാപ്പാലില്ലേ അത്. നൂൽപുട്ട് ഈസി കുക്കുമ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതേ സമയത്തിന് ഞാൻ തീയൊക്കെ പിടിപ്പിച്ചിട്ട് ചിക്കൻ കറി നമ്മുടെ അടുപ്പത്താണ് വെക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ കുക്കർ ഉള്ളതുകൊണ്ട് എളുപ്പത്ത് പണി കഴിയല്ലോ. 2 വിസിലൊക്കെ വെച്ചാൽ മതി. അടുപ്പുമ്മലാകുമ്പോൾ കനലുള്ളത് കൊണ്ട് ചൂട് ഭയങ്കരമായിട്ട് ഉണ്ടാവും അടുപ്പിൻ്റെ ചുറ്റിനും. അപ്പോൾ ബ്രോയിലറൊക്കെ വേഗം സത്യം പറഞ്ഞാൽ 2 വിസിലൊക്കെ തന്നെ ധാരാളമാണ് അടുപ്പുമ്മലാകുമ്പോൾ. പക്ഷേ ഗ്യാസുമൊക്കെ വെക്കുകയാണെന്ന് വെച്ചാൽ ഒരു 3 വിസിലെങ്കിലും വെക്കണം കേട്ടോ. നൂൽപുട്ടിൽ മാവ് കുറച്ച് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് മൂടി വെച്ചല്ലേ, അതൊന്ന് സോഫ്റ്റായി നല്ല ഇതായി വരുമ്പോഴേക്കും നമുക്ക് ചിക്കൻ്റെ ഏകദേശം ഉള്ളി വാടൽ, ചിക്കൻ ഇടുന്ന പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്യട്ടോ. മാവ് കുഴയ്ക്കാനായിട്ട് വേണ്ടിയിട്ടൊക്കെ ഇളക്കിയപ്പോൾ ഗ്യാസല്ല ഈസി കുക്കിൻ്റെ മേലൊക്കെ കൂടിയും പൊടിയായിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം പിന്നെ അടുപ്പിലോട്ടേക്ക് നൂൽപുട്ടൊക്കെ വയ്ക്കാൻ കേട്ടോ. പിന്നെ ഈ പാത്രങ്ങളൊക്കെ എനിക്ക് കല്യാണത്തിന് പാത്രമായിട്ട് തരും വീട്ടിൽ നിന്ന്, അങ്ങനെ കിട്ടിയതാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് കല്യാണം കഴിച്ച് കൊണ്ടുവരികയാണെങ്കിൽ പാത്രമാണ് കൊണ്ടുവരാറ് കേട്ടോ. സ്വർണ്ണം കൊണ്ടുവരും, പിന്നെ പാത്രവും കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്ന കുറച്ച് പാത്രങ്ങളിലാണ് വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കുക. കുടിവെള്ളം ഞങ്ങൾ പാപ്പൻ്റെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവരാറ്. അപ്പോൾ എന്താ പറയുക, വെള്ളം കൊണ്ടുവരുന്ന ദിവസം നമ്മളെല്ലാ പാത്രത്തിലും നിറച്ച് വയ്ക്കും കേട്ടോ. രാവിലെ ഞാൻ എണീറ്റ എൻ്റെ ചെറിയ മോൻ എൻ്റെ കൂട്ടത്തിൽ എണീക്കും, ഞെട്ടി ഉണരും. അതൊരു പ്രത്യേക കഴിവാണ്. നേരെ മറിച്ച് എൻ്റെ വലിയ മോൻ അങ്ങനെയല്ലായിരുന്നു. അവൻ എത്ര വേണമെങ്കിലും കിടന്നോളൂ, ഇന്ന് വേണ്ടേ വേണ്ട. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റേൻ്റെ ബാക്കിൽ തന്നെ ഒരുത്ത എണീറ്റിന്. അപ്പോൾ അമ്മൻ്റെ അടുത്താണ് കേട്ടോ ഷൈജേട്ടൻ കൊടുത്തത്. ഷൈജേട്ടന് ഉറക്കം വരുന്നതുകൊണ്ട് എൻ്റെ 2 മക്കൾ ഒരേ നാളാണ് വിശാഖക്കാർ. അതുപോലെ ഒരേ തരം സ്വഭാവമാണ്. രാവിലെ രണ്ടും കാണാൻ നേരത്തെ എണീക്കണം. ഞാൻ പറയും, എന്തിനത്ര നേരത്തെ എണീക്കണം, നേരം വൈകി എണീറ്റാൽ പോരെ. എവിടെ, 2 എൻ്റെ ബാക്കിൽ തന്നെ എണീറ്റ് പോരും. കാശി പിന്നെ അവിടെ എവിടെയെങ്കിലും ഇരുന്ന് കളിച്ചോളൂ. ചെറുതിന് ഞാൻ വേണം, അതേ ഒരു പ്രശ്നമുള്ളൂ. കാശീനെ ഞാൻ ചിലപ്പോൾ നൂൽപുട്ടൊക്കെ കൊടുത്ത് പറ്റിക്കുക. അത് അമ്മ അരിമാവ് കൊണ്ട് ഉണ്ടാക്കിയ നൂഡിൽസൊക്കെ എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് പറ്റിച്ചാൽ എൻ്റെ തിന്നുള്ളൂ. അല്ലാന്ന് വെച്ചാൽ ഇതൊന്നും തിന്നൂല. പിന്നെ പുട്ടും പഴം ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ പഴം പുട്ടും ഭയങ്കര ഇഷ്ടമാണ്. ഈ നൂൽപുട്ട് തിന്നില്ലെങ്കിലോ വെച്ചിട്ടാണ് ഞാൻ മുട്ട പുഴുങ്ങിയത് കേട്ടോ, കാശിക്കും പിന്നെ ഞങ്ങൾക്കൊക്കെ കൂടി. അങ്ങനെ ചെറുതിനെന്താ ഇപ്പോൾ 1 വയസ്സ്, ഏപ്രിൽ 15-നാകും. അപ്പോൾ അവന് ഓരോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കൊടുത്ത് ഇങ്ങനെ നോക്കുക കേട്ടോ. ഇപ്പോൾ പുട്ടും പഴം, അതുപോലെ നമ്മളെ ഉപ്പുമാവ്, പഴം, അങ്ങനെയൊക്കെ ഞാൻ മെല്ലെ മെല്ലെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഉഴുന്ന് ദോശയും ഇഡ്ഡലിയും ഇതും കൊടുത്തിട്ടുണ്ട്. ബാക്കി കുത്തപ്പം, ദോശ ഒന്നും അങ്ങനെ കൊടുത്തില്ല. അവന് മുന്നിൽ മാത്രമേ 4 പല്ല് വന്നിട്ടേ ഉള്ളൂ, കൂട്ടിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ വല്ലാണ്ട് ചവയ്ക്കൂല, വിഴുങ്ങി വിടുക ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് കനം കുറഞ്ഞ രാവിലെ ഉണ്ടാക്കുന്ന ചായക്കുള്ള കടി മാത്രമേ ഞാൻ തേച്ചിന് കൊടുക്കുകയുള്ളൂ കേട്ടോ.
അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഞാൻ. പക്ഷേ മോന് പോയി ക്യാമറ ഇങ്ങനെ പിടിക്കുക കേട്ടോ. അവൻ്റെ രാവിലത്തെ ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ മുറ്റത്ത് ഇങ്ങനെ വീഡിയോ എടുക്കുകയായിരുന്നു കേട്ടോ. ഇത്ര ഇങ്ങൾക്ക് തോന്നുമ്പോൾ ഒരുപാട് മരങ്ങളുള്ളതായിട്ട് തോന്നും. പക്ഷെ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം, ഇവിടെ ഭയങ്കര ചൂടാണ്. ചൂട് താങ്ങാനേ പറ്റണില്ല. നമ്മൾ ഒരു നേരമല്ല കുളിക്കല്ലോ, കുളിക്കുന്ന മാതിരി വിയർക്കും. അതാണ് സഹിച്ചുകൂടാത്തതോ. പിന്നെ രാവിലെ കുളി കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു കുളിക്കുകയാണ്. അത്രയ്ക്ക് വിയർത്ത് പോകും. തലയിൽ കൂടെയൊക്കെയാണ് വിയർപ്പ് വരുന്നത്. കാശിയൊക്കെ ചായ കുടിച്ച് അങ്കലവാടിയിൽ പോകാനായിട്ട് നിൽക്കുകയാണ്. ഷൈജേട്ടൻ ഇന്ന് ലീവായതുകൊണ്ട് ഷൈജേട്ടനാട്ടോ കാശിനെ കൊണ്ടുപോയാക്കുന്നത്. അല്ല വെച്ചാൽ അമ്മ തന്നെയാണ് കൊണ്ടുപോയേക്കാറ്. ഇപ്പോൾ തൊഴിലുറപ്പൊന്നുമില്ല, 100 പണിയൊക്കെ ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ രാവിലത്തെ പരിപാടി കഴിഞ്ഞതിന് ശേഷം ചോറ് വെപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് മാക്സി തുണി വിലക്കുറവിന് കിട്ടിയപ്പോൾ വാങ്ങിയിട്ടോ. കിട്ടിയത് പണിയായി പോയി, വേറൊന്നുമല്ല. കൈക്കൊന്നും കിട്ടുന്നേ ഇല്ല. മാക്സി അടിക്കാൻ ഒന്ന് ഷേപ്പിലൊക്കെ വരച്ച് വെട്ടാൻ കഴിയുന്നുണ്ട്. പക്ഷെ കൈ ജോയിൻ്റ് ചെയ്യാൻ നമുക്ക് തുണിയേ ഇല്ല. കുറച്ച് തടിച്ച ആൾക്കാരും കൂടി ആകുമ്പോൾ എനിക്കൊന്നും കഴിയുന്നേ ഇല്ല. കഷ്ടപ്പെട്ട് ഞാൻ ചെറിയ ചെറിയ പീസ് വേവിച്ച് കൂട്ടിയിട്ടാണ് മാക്സി അടിച്ചത് കേട്ടോ. ഷൈജേട്ടൻ കാശിനെ അംഗൻവാടിയിൽ നിന്ന് കൊണ്ടാക്കിയതിന് ശേഷം നേരെ പച്ചക്കറി വാങ്ങാനായിട്ട് കടയിലോട്ട് പോയി. അപ്പം പോയി വരുമ്പോൾ ഞങ്ങൾക്ക് ഓരോ മുന്തിരി ജ്യൂസും കൊണ്ടുവന്നിട്ട് ഈ ചൂടത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നാളെ കാണാം.